ഭരണസമിതി അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വളരെ പ്രധാനപ്പെട്ട ആ CRZ വിഷയത്തിന്റെ ഇളവുകൾ ഇപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിൽ കിട്ടാത്ത ഒരു പഞ്ചായത്ത്, ഏക പഞ്ചായത്ത് ഈ വൈപ്പിൻകരയിൽ ഇടവനക്കാട്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട വികസന പ്രശ്നങ്ങൾ കൂടുതലുള്ളത് ഇടവനക്കാട് പഞ്ചായത്ത്. ഇടവനക്കാട് പഞ്ചായത്ത് എടുക്കുമ്പോ ആ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട വാർഡ് 16-ാം വാർഡാണ്. ഉള്ള പൈസ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട പ്രദേശം കണ്ടെത്തി അവിടെ ആദ്യം ചെലവഴിക്കുക എന്നുള്ളതാണ്. നമസ്കാരം. നമസ്കാരം. അപ്പൊ പുതിയ ഭരണസമിതിയൊക്കെ ചാർജ് എടുത്തു അല്ലെ? അതെ അതെ. ചുമതലയായിട്ട് കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്കിൽ എന്തോ കണ്ടായിരുന്നോ, ആദ്യമായിട്ടൊരു ഫയൽ ഒപ്പിട്ടുന്നോ അങ്ങനെ. അപ്പൊ അതൊക്കെ തുടങ്ങി അങ്ങോട്ട് തുടങ്ങി. അപ്പൊ ആദ്യമായിട്ട് ഹാപ്പി ന്യൂ ഇയർ വരികയാണ്. തിരിച്ചും ഇപ്പൊ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അല്ലെ? സ്വാഭാവികമായിട്ടും ചിന്തിക്കുമ്പോ ഒരു ജില്ലാ തലങ്ങളിലേക്ക് മത്സരിക്കാനുള്ള ഒരു സാധ്യതയും ഒരു ക്വാളിഫിക്കേഷനും ഒക്കെ ആയി എന്നുള്ളതാണ്. പക്ഷെ പാർട്ടി എടുത്ത നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ജില്ലാ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടേണ്ട ഒരു ആളിനെ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ, ആ നിലപാടിന് എങ്ങനെയാണ് നോക്കി കാണുന്നത് പ്രസിഡന്റ്? അതൊരു പൊതുപ്രവർത്തനം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരി മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പൊ വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ ഉപരിയായി ഇടവനക്കാട് പഞ്ചായത്തിന്റെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അതിന് നേതൃത്വം പാർട്ടി ആലോചിച്ചപ്പോൾ തീർച്ചയായിട്ടും അതെ, ആ ഒരു പാർട്ടി നമ്മളോട്, പാർട്ടിയാണല്ലോ ഇതെല്ലാം തീരുമാനിക്കുന്നത്. അതെ, നമ്മൾ ഗ്രാമപഞ്ചായത്തിന് മത്സരിക്കാൻ തീരുമാനിച്ച പാർട്ടി, പിന്നെ ജനങ്ങളും കൂടി വോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജയിക്കുന്നത്. പക്ഷെ പ്രാഥമികമായി പാർട്ടി തീരുമാനിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥിയാവുന്നത്. ഈ എപ്പോഴും നമ്മള് ഒരു നല്ലൊരു ഭരണം എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്ന ആളുകളെ അതൊരു നല്ലൊരു അതായത് കൂടെ ഭരണത്തിനായിട്ട് കൂടെ സഹപ്രവർത്തകർ ഏറ്റവും നന്നാവുമോ നല്ലൊരു ഭരണം ശരിക്കും പുറത്തേക്ക് കാഴ്ചവെക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള സഹപ്രവർത്തകരെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിനാണെങ്കിലും ഞങ്ങൾ 13 ഭരണസമിതി അംഗങ്ങളിൽ 4 പേര് കോൺഗ്രസ് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചവരാണ്. 5 വർഷവും ഞങ്ങൾ എല്ലാവരും കൂടി യോജിച്ച് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത്. കാരണം ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ഇതിനു മുമ്പുള്ള ഒരു ഭരണസമിതി, അതായത് ഈ പഞ്ചായത്തിൽ തന്നെ ഒരു ഭരണസമിതി, അതായത് ഒരു ജനങ്ങളിലേക്കൊരു നല്ലൊരു ഭരണം മികവിനെ എത്തിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ ഒരു അവസ്ഥയുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും ജനങ്ങളത് സംസാരിക്കുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് നിലയിച്ചു നിന്നിരുന്നത് ഈ ഭരണസമിതിയിലെ തന്നെ അംഗങ്ങളുടെ ഒരു എതിർപ്പായിരുന്നു. അപ്പൊ നല്ലൊരു കൂടെ സഹകരിക്കുന്ന ആൾ നല്ലൊരു സഹകരണം ഇല്ലാതാവുമ്പോൾ നല്ലൊരു ഭരണം ജനങ്ങളിലേക്ക് എത്തിക്കപ്പെടാൻ പോകുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയിലാണ് ആ ചോദ്യം ചോദിച്ചത് കേട്ടോ. തീർച്ചയായും ഭരണസമിതി അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വളരെ പ്രധാനപ്പെട്ട. തീർച്ചയായിട്ടും. സംസ്ഥാനത്ത് LDF പരാജയമുള്ളൂ, എന്നാൽ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഇടവനക്കാട് ഗ്രാമപഞ്ചായത്തിന് LDF വിജയമാണ്, അതായത് UDF പരാജയമാണ്. ഒരു സ്ഥലത്ത് UDF വിജയവും മറു സ്ഥലത്ത് ഒരു പരാജയവും കാണുന്നുണ്ട്. ഈ 2 പരാജയങ്ങളെയും ജനവികാരമായിട്ട് അല്ലെങ്കിൽ ഭരണവികാരമായിട്ട് കാണുന്നുണ്ടോ? അല്ല, തദ്ദേശഭരണ സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് പൊതുവായ രാഷ്ട്രീയ അവസ്ഥയെ വിശകലനം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും പ്രാദേശികമായ വിഷയങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിധിയെഴുത്തിന് വലിയ സാധ്യത ഉള്ള ഒന്നാണ്. ഇടവനക്കാട് പഞ്ചായത്തിന് ഒട്ടേറെ വികസന പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ LDF പാനലിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കാണ് സാധ്യത എന്നുള്ളൊരു വിലയിരുത്തൽ. ഓരോ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും ഒക്കെ താരതമ്യപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ ജനങ്ങൾ വോട്ട് ചെയ്തേ. തീർച്ചയായിട്ടും. അല്ല, അതൊരു ഭരണവികാരമായിട്ട് ജനങ്ങൾ പ്രതികരിച്ചതാണോ എന്നതാണ് എന്റെ ചോദ്യം. അല്ല, അതങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഒരു വസ്തുതയുണ്ട്, ഇടവനക്കാട് പഞ്ചായത്തില് മറ്റു പഞ്ചായത്തുകളെക്കാൾ കൂടുതൽ വികസന പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കാൻ. എന്താണ് ഈ പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റു പഞ്ചായത്തുകളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ. അപ്പോ ഗ്രാമപഞ്ചായത്തുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് രാജ് നിയമത്തിനകത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചട്ടങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ ചുമതലകൾ, അനിവാര്യ ചുമതലകളൊക്കെയാണ്. പക്ഷെ അത് കൂടാതെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇപ്പൊ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ CRZ വിഷയം, ആ CRZ വിഷയത്തിന്റെ ഇളവുകൾ ഇപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിൽ കിട്ടാത്ത
ഒരു പഞ്ചായത്ത്, ഏക പഞ്ചായത്ത് ഈ വൈപ്പിൻകരയിൽ ഇടവനക്കാടാണ്. അപ്പൊ ഇവിടെ മാത്രം അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ്. ഒട്ടേറെ സമരങ്ങൾ അതിന് പ്രശ്നമാണ്. അതിന്റെ ജനകീയ സമരങ്ങളുടെ ഒരു വേലിയേറ്റമായിരുന്നു കഴിഞ്ഞ കാലങ്ങൾ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മുടെ പഞ്ചായത്താണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അടക്കം കണക്കാക്കിയിട്ടുള്ളത്. അപ്പോ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കടൽക്ഷോഭത്തിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇടവനക്കാടിന്റെ തീരദേശ വാസികളാണ്. ഇനി വേലിയേറ്റ വെള്ളക്കെട്ടിന്റെ പ്രശ്നം നമുക്ക് എടുക്കാം. ഈ കൊച്ചി കായലിൽ നിന്നും അതോടൊപ്പം തന്നെ മുനമ്പം കായലിൽ നിന്നും വരുന്ന വെള്ളം ഏതാണ്ട് എല്ലാം കൂടി ആ ഏറ്റത്ത് വരുന്ന വെള്ളം വന്ന് തിങ്ങുന്നത് ഈ വൈപ്പിന്റെ മധ്യഭാഗമായിട്ടുള്ള ഇടവനക്കാടാണ്. അപ്പൊ ആ വെള്ളം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് കിട്ടുന്ന സമയം മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ വെള്ളം ഇറങ്ങിപ്പോവുക മറ്റു പ്രദേശങ്ങളെക്കാൾ എളുപ്പമല്ല. അപ്പോ നമ്മളിതിപ്പോ പ്രളയം ഉണ്ടായപ്പോ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഈ വൈപ്പിൻകരയിലെ ഏറ്റവും കൂടുതൽ പ്രളയത്തിന്റെ പ്രയാസം നേരിട്ട് വെള്ളം വന്ന് തിങ്ങിയത് ഇവിടെയാണ്. അതാണ് നമ്മൾ പടിഞ്ഞാറ് പിന്നെ കടൽ ഭിത്തിയൊക്കെ പിന്നെ JCB ഉപയോഗിച്ച് മാറ്റിയിട്ട് നമ്മൾ വെള്ളം വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഭൂമിശാസ്ത്രപരമായി തന്നെ വൈപ്പിൻകരയ്ക്കകത്ത് വലിയ പ്രതിസന്ധി ഉള്ള ഒരു പ്രദേശമാണ്. അപ്പൊ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് കൂടുതലായി പ്രശ്നങ്ങൾ നമ്മളിവിടെ അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. താങ്കളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള സംസാരങ്ങളിൽ പ്രത്യേകിച്ച് 16-ാം വാർഡ് എന്ന് പറയുന്ന ഒരു വാർഡിനെ ഫോക്കസ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. താങ്കൾ പ്രതിനിധാനം ചെയ്ത 2-ാം വാർഡാണെങ്കിലും 16-ാം വാർഡാണ് ലക്ഷ്യമെന്നും അവിടുത്തെ പ്രശ്നങ്ങളാണ് കൂടുതൽ പരിഹരിക്കപ്പെടേണ്ടതെന്നും താങ്കളുടെ പ്രസംഗത്തിൽ നിന്ന് കേട്ട ഒരാളാണ്. അതെന്താണ് അങ്ങനെ 16-ാം വാർഡിനെ അങ്ങനെ ഒരു ഫോക്കസ് ചെയ്യാൻ മാത്രം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, വൈപ്പിൻകരയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട വികസന പ്രശ്നങ്ങൾ കൂടുതലുള്ളത് ഇടവനക്കാട് പഞ്ചായത്ത്. ഇടവനക്കാട് പഞ്ചായത്ത് എടുക്കുമ്പോ ആ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട വാർഡ് 16-ാം വാർഡാണ് എന്നുള്ള ഇലക്ഷന്റെ മുമ്പുള്ള അഭിപ്രായത്തിൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. കടൽക്ഷോഭമായിരുന്നാലും കടൽക്ഷോഭമായാലും നേരിയേറ്റ വെള്ളക്കെട്ട് പ്രശ്നമായാലും റോഡുകളുടെ അവസ്ഥ എടുത്താലും വീടുകളുടെ അവസ്ഥ എടുത്താലും ഒക്കെ നമ്മൾ നോക്കുമ്പോ മറ്റു ചില വാർഡുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഏറ്റവും വലിയൊരു വാർഡ് നമ്മുടെ ഈ പറഞ്ഞ പോലെ സെയ്ദ് മുഹമ്മദ് റോഡ് മുതൽ പഴങ്ങാട് തോട് വരെ ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരമുള്ള വലിപ്പമുള്ള ഒരു വാർഡ്. കടലിന്റെ വായിൽ കിടക്കുന്ന കടൽക്ഷോഭം ഏറ്റവും ശക്തമായ ധാരാളം കെട്ടുകളും തോടുകളും ഒക്കെ അതുപോലെ കണ്ണോളക്കെട്ട് പോലെ വലിയ കെട്ടുകൾക്ക് പടിഞ്ഞാറ് വശവും കിഴക്ക് വശവും ഒക്കെ ആയിട്ടുള്ള ഒരു വാർഡ്. അപ്പോ ആ വാർഡാണ് വികസന പ്രശ്നം നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആണ് നമ്മൾ വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, നമുക്ക് എല്ലായിടത്തും ഒരുപോലെ കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഉള്ള പൈസ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട പ്രദേശം കണ്ടെത്തി അവിടെ ആദ്യം ചെലവഴിക്കാന്നുള്ളതാണ്. അതുകൊണ്ടാണ് 16-ാം വാർഡ്. ഈ 16-ാം വാർഡിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നടന്നിട്ടുള്ള സമരങ്ങളായിരുന്നാലും പലപ്പോഴും പഞ്ചായത്തിനൊക്കെ അവിടെ സമരങ്ങൾ നടത്തപ്പെടേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. കാരണം അവിടുത്തെ നിങ്ങൾ പറഞ്ഞ വിഷയമാണ്. അതിന് അനുകൂലമായിട്ട് വിധികൾ വരികയും അനുകൂലമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞു പോയതാണ്. ഇപ്പോൾ ആ പ്രഖ്യാപനങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ ടെട്രോപാഡിന്റേതായാലും അവിടുത്തെ വിഷയം അത് ഒട്ടേറെ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. ഇപ്പൊ 35 കോടി രൂപ ജിഡ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി 20 കോടി രൂപ കൂടി വേണം ആ പദ്ധതി പൂർത്തീകരിക്കാൻ. പ്രസിഡന്റ് ആയതിനു ശേഷം ഞാനൊരു നിവേദനം സമർപ്പിക്കുന്നത്, ആദ്യത്തെ എന്റെ നിവേദനം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ജില്ലയുടെ തന്നെ ചുമതലയുള്ള വ്യവസായ നിയമ കയർവകുപ്പ് മന്ത്രിക്കായിരുന്നു. അത് നമ്മൾ കൊടുത്തു. അത് ഈ ടെട്രോപാഡിന് ആവശ്യമായ ബാക്കി 20 കോടി രൂപ അനുവദിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇടപെടണം അഭ്യർത്ഥിച്ചു കൊണ്ടുള്ളതാണ്. അപ്പോ അതിന്റെ ഫയൽ നമ്മൾ എടുത്തു. സെക്രട്ടറി തന്നെ അത് പോയി അതിന്റെ ഫയൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 8-ാം മാസമാണ് ആ ഫയല് പോയിട്ടുള്ളത്. ഇനിയുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ തിരുവനന്തപുരത്ത് കൂടി പോയി ആ ഫണ്ട് അനുവദിക്കുന്നത് സംശയമില്ല. അത് നമ്മൾ അതിന്റെ പുറകെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു വാർഡിലെ ഒരാളായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചത് താങ്കൾ പറഞ്ഞൊരു നിർദ്ദേശവുമായിട്ടാണ് പറഞ്ഞത്. അതായത് സാധാരണ നടന്നു വരാറുള്ള രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത നമ്മുടെ ഈ വികസനങ്ങളിൽ ഉണ്ടാകണമെന്ന്, വികസന കാഴ്ചപ്പാടിൽ ഉണ്ടാകണമെന്ന് താങ്കൾ നിഷ്കർഷിക്കുന്നതായിട്ടാണ് പുതിയ പറഞ്ഞത്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണ് ഇങ്ങനെയൊന്നും. അതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എക്സാമ്പിൾ പറയാൻ നിൽക്കണമെങ്കിൽ, സാധാരണ നമ്മൾ റോഡുകളൊക്കെ പണിയുമ്പോൾ, നിലവിലുള്ള റോഡുകൾ പണിയുമ്പോൾ ഒത്തിരി ഹൈറ്റ് പോകുമല്ലോ. അപ്പൊ ഈ സൈഡുകളിലൊക്കെ വരുന്ന ഒരു ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് പലപ്പോഴും പലയിടത്തും പല വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചിലത് നമ്മൾ അറിയപ്പെടുന്നുണ്ട്, ചിലത് അറിയാതെ പോകുന്നുണ്ട്. ഒന്ന് വണ്ടികൾ ആ ഗ്യാപ്പിലേക്ക് പോകുന്നതാണ്, ചിലത് പുല്ലുകളൊക്കെ പിടിച്ച് കാടായി അവിടെ ഇഴജന്തുക്കളുടെ പ്രശ്നങ്ങളൊക്കെ.
അപ്പൊ താങ്കൾ ഒരു നിർദ്ദേശം വെച്ചതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ റോഡ് ടാർ ചെയ്യുമ്പോൾ തന്നെ സൈഡുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും കൂടി ഉണ്ടാക്കണം. എങ്കിൽ അവിടെ ഈ ഗ്യാപ്പ് വണ്ടികൾ വീഴുന്നതും അവിടെ പുല്ല് പിടിച്ച് ഇഴജന്തുക്കൾക്ക് വിഹാര കേന്ദ്രമാക്കുന്നതും ഒക്കെ ഒഴിവായി കിട്ടുമെന്നുള്ള ഒരു പറയുന്നുണ്ടായി. അപ്പൊ ഇതുപോലുള്ള ജനങ്ങളെ പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. അത് ശരിക്കും ഈ പറയപ്പെട്ടത് സത്യമായ ഒരു കാര്യമാണോ? ശരി, ഇത് എന്റെ മാത്രം ഒരു കാഴ്ചപ്പാടല്ല. നമ്മൾ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഒക്കെ തുടക്കം മുതലുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ നേരിട്ടുള്ള ഗുണത്തോടൊപ്പം തന്നെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് പറഞ്ഞാല് ഇപ്പോ നമ്മുടെ സെയ്ദ് മുഹമ്മദ് റോഡ് അങ്ങനെ നമ്മൾ ചെയ്തത്. അവിടെ ഒരു നടപ്പാത നമ്മൾ അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ പോയ വൈകുന്നേരങ്ങളിൽ അവിടെ ഇരിക്കണം. ഇതുപോലെ തന്നെ അങ്ങനെയുള്ള ഒട്ടേറെ റോഡുകൾ നമുക്ക് പണിയാൻ വേണ്ടി കഴിയും. അപ്പൊ അത് ഒരു റോഡ് എന്ന് പറയുന്നത് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ആ റോഡിലൂടെ നമുക്ക് മറ്റ് പല കാൽനട യാത്രക്കാരുണ്ട്. അത് കാൽനട യാത്ര എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം പോകുന്നതല്ല. അവിടെ വന്നിരുന്ന് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്ത് വർത്തമാനങ്ങൾ പറഞ്ഞ് ആസ്വദിക്കും എന്താ ഒരു ഇടം കൂടിയാണ്. ആ ഒരു ആസ്വദിക്കാനുള്ള തടസ്സമാണ്. ഇപ്പൊ വണ്ടി പോകുമ്പോ ആ വണ്ടി പോകുന്നതിന്റെ അപ്പുറം ഇപ്പുറം കാടാണെങ്കിൽ സ്വാഭാവികമായിട്ടും നടക്കാൻ ആളുകൾക്ക് പറ്റില്ല. മനസ്സിലായ? അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഏരിയകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ ഒക്കാലിപ്പാടങ്ങളുടെ സൈഡുകളിലൂടെ ചെറുകെട്ടുകളുടെ സൈഡിലൂടെ ഒക്കെ പോകുന്ന റോഡ് പണിയുമ്പോൾ തീർച്ചയായും ഇത് ചെയ്താൽ അവിടെ ഇരിക്കാൻ ഒരു കസേരയൊക്കെ ബെഞ്ച് ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിരിക്കും. ടൂറിസത്തിനും നമ്മുടെ മാനസിക ഉല്ലാസത്തിനും ഒക്കെ. അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെൻഡർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഈ സംഭവം വരില്ലല്ലോ. അതിന്റെ ഫണ്ട് എങ്ങനെ കണ്ടെത്തും? അത് ഉൾപ്പെടുത്തണം. അതുകൂടി ഉൾപ്പെടുത്തണം. എസ്റ്റിമേറ്റ് ഇപ്പോഴും നടക്കുന്ന വർക്കുകൾ ഇപ്പൊ ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, ഞങ്ങളുടെ ഭരണസമിതി പുതിയത് വന്നുവെങ്കിലും വർക്കുകൾ പലതും പഴയ ഭരണസമിതി അംഗീകരിച്ച വർക്കുകളാണ്. അതനുസരിച്ചുകൊണ്ട് കോൺട്രാക്ടർമാർ ഇപ്പൊ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ താങ്കൾ ചൂണ്ടിക്കാണിച്ച ഈ പ്രശ്നം ഇപ്പോഴും അത് പരിഹരിക്കപ്പെടില്ല. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ പുതിയ ഭരണസമിതിയുടെ പ്രൊജക്ടുകൾ വരുമ്പോഴാണ്. പഴയ പ്രൊജക്ടുകൾക്കകത്ത് ഇപ്പോഴും നിലവിലുള്ള ടാർ റോഡ് ചെയ്യാന്നുള്ളത് മാത്രമാണ്, മെയിൻ്റെനൻസ് ചെയ്യാന്ന് മാത്രമല്ല. അതിന്റെ സൈഡിൽ ഒഴിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഹൈറ്റ് കൂടുമ്പോൾ വരുന്ന താഴ്ച എങ്ങനെ പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ വർക്ക് ഇപ്പൊ നടക്കുന്ന ഏതാണ്ട് വർക്കുകളും അത് നേടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോ നല്ലൊരു ഭരണ മികവ് കാഴ്ചവെച്ച് നല്ലൊരു ഭരണം ജനങ്ങൾക്കായി നൽകാൻ താങ്കൾക്കും താങ്കളുടെ സഹപ്രവർത്തകർക്കും കഴിയട്ടെ എന്ന്. മീഡിയയുടെ സഹായം വളരെ പ്രധാനപ്പെട്ട വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കാനും വിമർശനങ്ങൾ ഉന്നയിക്കാനും എല്ലാത്തിനും കൂടുതൽ നല്ല നിർദ്ദേശങ്ങൾ വരാനും കൂടുതൽ സഹായവും ഉണ്ടാകും. ഓക്കെ.